എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നതാണ്. ഇത് പറയുകയാണ്, ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കൂടിയിരുന്ന ആളുകളെ, അതായത് ദേവാലയ ശുദ്ധിക്ക് എതിരായിട്ട് കച്ചവടം നടത്തുന്നവരെയും അവിടെ വ്യാപാരം നടത്തുന്നവരെയും എല്ലാം ഈശോ പുറത്താക്കാനായിട്ട് ശ്രമിച്ചത്. ഈശോ ചോദിക്കുകയാണ്, എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അതായത് ദേവാലയത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ അവിടെ ഈശോ കാണാനായിട്ട് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കാണുകയും ഈശോ അതിനെതിരെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ലേഖനഭാഗത്തില് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പൗലോസ്ലീഹ ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിലാണ്. സുവിശേഷത്തില് ദൈവത്തിന്റെ ആലയം, ദേവാലയം, അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ഈശോ അവർക്കെതിരായിട്ട് റിയാക്ട് ചെയ്യുന്നു. ലേഖനത്തില് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ശരീരം തന്നെ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിലാണ്. ചുരുക്കത്തില് രണ്ട് വചനഭാഗവും കൂട്ടിച്ചേർത്ത് വെച്ചാൽ പ്രകാരമാണ്, ദൈവത്തിന്റെ ആലയം തന്നെയായ എന്റെ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശരീരത്തില് ദൈവത്തിന് വസിക്കേണ്ട ഇടത്തില് ദൈവം വരും. ഓരോ ദിവസം വിശുദ്ധ കുർബാനയുടെ ദൈവം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ എന്റെ ഹൃദയത്തിന് മുന്നിലുള്ളത്, എന്റെ ശരീരത്തിലുള്ളത്, അതോ ദൈവം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ എന്റെ ശരീരത്തിലുള്ളത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്